بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ പ്രഭാഷണത്തിൽ ആത്മസംസ്കരണത്തിന് ഉപകരിക്കുന്ന 10 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നും അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ വിശദീകരിക്കുകയുമുണ്ടായി. തുടർന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല വിധത്തിലുള്ള ടെൻഷനുകൾ പേറിയാണ് ഇന്ന് മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ടെൻഷനുകളൊക്കെ മാറിക്കിട്ടുന്നതിന് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന 3-ാമത്തെ കാര്യം അൽ ഇഹ്സാനു ഇലാ ഖൽഖില്ലാ, അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്ക് പരമാവധി ഇഹ്സാനിൽ വർത്തിക്കുക എന്നുള്ളതാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഫലപ്രദമായ പരോപകാരം നാം ഓരോരുത്തരും ചെയ്യുക, അത് മനുഷ്യരുടെ മനസ്സുകൾക്ക് സമാധാനവും ശാന്തിയും ലഭിക്കാൻ കാരണമാകുമെന്ന് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു നിർദ്ദേശമുണ്ട്, വാഹിസിൻ, നീ ഇഹ്സാനിൽ വർത്തിക്കുക. കമാ അഹ്സനല്ലാഹു ഇലൈക, നിന്നിലേക്ക് അള്ളാഹു ഇഹ്സാൻ ചെയ്തതുപോലെ. മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഇൻ അഹ്സൻതും അഹ്സൻതും ലി അൻഫുസികും, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇഹ്സാനിൽ വർത്തിക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെയും നിങ്ങളുടെ മനസ്സുകൾക്കും ശരീരങ്ങൾക്കും വേണ്ടി മാത്രമാണ് എന്ന് അള്ളാഹു സൂറത്ത് ബനി ഇസ്രായേലിലും പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഈ നിർദ്ദേശം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ നമ്മുടെ മനസ്സുകൾക്ക് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ഉണ്ടാവും. ടെൻഷനുകളൊക്കെ ഒരു പരിധിയോളം മാറിക്കിട്ടുമെന്നാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹദീസുകളും ചരിത്ര സംഭവങ്ങളുമൊക്കെ അതിന് സാക്ഷിയുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുവട്ടത്ത് ധാരാളം സഹജീവികൾ നമ്മെപ്പോലെ കഴിയുന്നുണ്ട്. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് നിറവേറ്റി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നാം ചെയ്യുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്നതിനോടുകൂടി തന്നെ നമ്മുടെ മനസ്സുകൾക്ക് ആശ്വാസവും ശാന്തിയും സമാധാനവും ലഭിക്കുന്ന നല്ല കാര്യവും ആയിട്ടാണ് അതിനെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരോപകാരം മനഃശാന്തിക്ക് ഉതകുന്ന കാരണമാണ് എന്നതിനോടൊപ്പം മന്നാന്റെ മഹബത്ത്, അള്ളാഹുവിൻ്റെ സ്നേഹം, അത് ലഭിക്കുവാൻ കാരണമാകുന്ന പുണ്യകർമ്മവും കൂടിയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹി, അള്ളാഹുവിൻ്റെ സ്നേഹവും കാരുണ്യവും ഒക്കെ ലഭിക്കാൻ ഉതകുന്ന കാരണമാകുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ഏതാണ്, കർമ്മം ഏതാണ് എന്ന് ചോദിച്ചു വന്ന സഹാബിയോട് നബി തങ്ങൾ പറഞ്ഞത്, സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, നീ വഴി ഒരു മുസ്ലിമിനുണ്ടാകുന്ന മനസ്സമാധാനവും ആശ്വാസവുമാണ് എന്ന 1-ാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവരന് മറ്റുള്ളവർക്ക് മനസ്സിന് സമാധാനം ലഭിക്കുന്നതിനുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. 2-ാമതായിട്ട് നബി തങ്ങൾ പറഞ്ഞത്, ഔ തക്ഷിഫു അൻഹു കുർബ, പ്രയാസവും ദുരിതവും അനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളുമൊക്കെ മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. 3-ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഔ തഖ്ലി അൻഹു ദൈന, ന്യായമായ കാര്യങ്ങൾക്ക് കടബാധിതനായി പോയവരെ തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി അവരുടെ കടങ്ങൾ വീടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഔ തത്റുദു അൻഹു ജുആ, അല്ലെങ്കിൽ പട്ടിണിയിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ പട്ടിണി മാറ്റുന്നതിന്, വിശക്കുന്നവന്റെ വിശപ്പ് അടക്കുന്നതിന് വേണ്ടിയുള്ള
അന്നം നൽകുക എന്നുള്ളതാണ് പുണ്യകരമായ കാര്യം. അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാകുന്ന സൽക്കർമ്മം. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വമൻ മശാ മഅ അഖീഹി ഫീ ഹാജത്തിൻ ഹത്താ യതഹയ്യ ലഹു സബ്ബതല്ലാഹു ഖദമൈഹി യൗമ തസൂലുൽ അഖ്ദാം. തൻ്റെ സഹോദരൻ്റെ ന്യായമായ ഒരു ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടി അവനോടൊപ്പം അല്പദൂരം നടക്കേണ്ടി വന്നു. ഇവൻ അവനെ ക്ഷണിച്ചു, അതിന് തയ്യാറായി പോയി. അവൻ്റെ ആവശ്യങ്ങൾ നിറവേറുന്നിടത്തോളം അവനോടൊപ്പം ഇവൻ നടന്നു. ആ കാര്യത്തിൽ ഇവൻ പങ്കുചേർന്നു. എന്നാൽ സബ്ബത്തല്ലാഹു ഖദമൈഹി, ഈ കാരണത്താൽ അള്ളാഹുവിൻ്റെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും എന്ന് യൗമ തസൂലുൽ അഖ്ദാം. പാദങ്ങളൊക്കെ പതറിപ്പോകുന്ന സിറാത്തുൽ മുസ്തഖീമിലൂടെ സ്വർഗത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇവന്റെ പാദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ഹദീസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ദുരിതമനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന ആൾക്കാർ, ചിലര് ദാരിദ്ര്യം കൊണ്ട് വീർപ്പ് മുട്ടുന്നവരുണ്ട്. മറ്റു ചിലരാണെങ്കിൽ കടബാധ്യതകളാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. വേറെ ചിലരാണെങ്കിലോ ശക്തമായ മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന വീട്ടിൻ്റെ കൂരയുടെ ചുവട്ടിൽ നനഞ്ഞൊലിഞ്ഞ് കുട്ടികളുമായിട്ട് കഴിഞ്ഞുകൂടി നേരെ ചൊവ്വെ മഴ നനയാതിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കൂര സ്വപ്നം കണ്ടിട്ട് അതിതുവരെയും ആ സ്വപ്ന സാക്ഷാത്കാരം നടക്കാത്ത, ബുദ്ധിമുട്ട് പ്രയാസമനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. വേറെ ചിലരാണെങ്കിൽ രോഗങ്ങൾ കൊണ്ട് വല്ലാതെ വിഷമിക്കുകയും ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ വല്ലാതെ ഉഴലുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തും പലവിധമായ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമായിട്ട് മനുഷ്യർ കഴിഞ്ഞുകൂടുമ്പോൾ ആ കാര്യങ്ങളിൽ ബന്ധപ്പെടുക, അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് ലഭിക്കാൻ കാരണമാകുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണ് എന്നതിനോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്ന കാര്യമാണ്. പലപ്പോഴും നാം ഓരോരുത്തരും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. നമുക്ക് എത്രത്തോളം ഈ കാര്യങ്ങളിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞിട്ടുണ്ട്? മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ അത് മാറ്റിക്കൊടുത്തുകൊണ്ട് അതിലൂടെ പുണ്യമാർജിക്കാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ, അവൻ്റെ മഹബ്ബത്ത് കരഗതമാക്കാൻ ഒരുപക്ഷെ ആരാധനയിലൂടെ, വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്, ഒരുപക്ഷെ ആരാധനയിലൂടെ അള്ളാഹുവിൻ്റെ സ്നേഹവും തൃപ്തിയും കാരുണ്യവുമൊക്കെ നേടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഇതുപോലെയുള്ള പരോപകാരപ്രദമായ, ജനോപകാരപ്രദമായ, പുണ്യകരമായ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ സ്നേഹവും കാരുണ്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എത്രയോ സംഭവങ്ങൾ ഇന്നലകൾ സഹാബാക്കളുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയായിട്ടുണ്ട്. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് കഴിഞ്ഞുകൂടുന്ന കാലമാണ്. 20 ഭൂപ്രദേശങ്ങളുടെ, ഈജിപ്റ്റ്, ഇന്നത്തെ ഇറാനാകുന്ന, അന്നത്തെ പേർഷ്യ, ഇന്നത്തെ ഇറ്റലിയാകുന്ന, അന്നത്തെ റോം തുടങ്ങിയുള്ള അന്നത്തെ വൻകിട സാമ്രാജ്യങ്ങളെ ഒക്കെ ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ആ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഭരിക്കുന്ന ഭരണാധിപനാണ് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാത്രി സമയങ്ങളിൽ വേഷപ്രച്ഛന്നനായി, തന്നെ കണ്ടാൽ ആരും തിരിച്ചറിയരുത്, അതിലുപരി ആരും തന്റെ പ്രവർത്തനങ്ങൾ അറിയുകയും അരുത് എന്ന ലക്ഷ്യത്തോടുകൂടി നാടിന്റെ നാനാഭാഗങ്ങളിലും തന്റെ സവാരി മൃഗത്തിൽ ചുറ്റിക്കറങ്ങുമായിരുന്നു. എന്തിനാണ്? ആരാണ്? താൻ ഭരിക്കുന്ന ഈ നാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർ, പട്ടിണിയിൽ കഴിയുന്നവർ, പ്രയാസമനുഭവിക്കുന്നവർ, ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുന്നവർ, രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, ആരാലും സംരക്ഷിക്കാനില്ലാതെ ഒറ്റപ്പെട്ടുപോയി വിജനമായ പ്രദേശങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവർ, ഇതെല്ലാം ഒരു ഭരണാധികാരി എന്ന നിലയിൽ പടച്ച തമ്പുരാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് രാത്രി ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് മഹാനവറുകൾ കണ്ടെത്തി പരിഹരിക്കുമായിരുന്നു. നിങ്ങളെല്ലാവരും പല ഊര് കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പാതിരാത്രിയോടടുക്കുന്ന സമയം
എന്നും ഒരു സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്റെ കുതിരപ്പുറത്ത് പോകുന്നത് മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു കാണുകയാണ്. താൻ താമസിക്കുന്ന വീടിന്റെ ഭാഗത്തു കൂടിയാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോകുന്നത്. ആദ്യം ഇതാരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. പിന്നെ വാഹനം കണ്ടുകൊണ്ട്, കുതിരയെ കണ്ടുകൊണ്ട് അത് ഉമറിന്റെ കുതിരയാണെന്ന് മനസ്സിലാക്കി മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹു ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് പിന്നാലെ കൂടി അന്വേഷിക്കാൻ തയ്യാറായി. അങ്ങനെ ഒരു രാത്രി മഹാനവർകൾ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോകുന്ന ആ ഭാഗം ലക്ഷ്യമാക്കിക്കൊണ്ട് പിന്നാലെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ഒട്ടേറെ ദൂരം സഞ്ചരിച്ചു. വിജനമായ ഒരു പ്രദേശത്തെത്തി. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുതിരയിൽ നിന്നും താഴെ ഇറങ്ങി തന്റെ കുതിരയെ ബന്ധിപ്പിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കുടിലിലേക്ക് പോവുകയാണ്. മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹു ദൂരെ നിന്നിതാണ് കാണുന്നത്. എന്താണ് ഈ രാത്രി സമയം ഉമറെ ഈ സ്ഥലത്ത്, ഒറ്റപ്പെട്ട സ്ഥലത്ത് ഈ കുടിലിൽ വരുന്നത്? പല ചിന്തകൾ, അങ്ങനെയാണല്ലോ, പിശാച് പലവിധമായ അരുതാത്ത ചിന്തകളും ഇട്ടുകൊടുക്കും. തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുകയാണ്. മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹു ആ കൂരയുടെ അടുക്കൽ വരികയാണ്, ഉമർ റളിയല്ലാഹു അൻഹു അറിയാതെ. അപ്പോഴാണ് ആ കൂരയുടെ, ആ വീടിന്റെ അകത്ത് നിന്നും ഒരു സ്ത്രീയുടെ അടക്കിപ്പിടിച്ച സംസാരവും ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭാഷണവും കേൾക്കുന്നത്. പിന്നെ കൂടുതൽ അവിടെ നിന്നില്ല. നാളെയാകാം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ എന്ന ഒരു തീരുമാനത്തോടുകൂടി മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹു അവിടെ നിന്നും തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പോയിട്ട് ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നു, അതും പാതിരാത്രിക്ക് ശേഷം. പതിവിന് എന്നും ഇങ്ങനെ പോകുന്നു. ഇങ്ങനെയുള്ള ചിന്ത മഹാനവറുകളെ ഉറക്കം കെടുത്തി. സുബഹിക്ക് പള്ളിയിൽ പോയി. പള്ളിയിൽ പോകുമ്പോഴോ അന്ന് ഖലീഫ തന്നെയാണ് ഇമാമും, രാജാവ് തന്നെയാണ് ഇമാമും. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് സുബഹിക്ക് ഇമാമത്തിന് നേതൃത്വം കൊടുക്കുന്നത്. തൽഹത്ത് റളിയല്ലാഹു അൻഹു ഒരു വേള ആലോചിച്ചു തുടരണമോ തുടരണ്ടയോ. എന്നാൽ മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹു തന്റെ മനസ്സിലുണ്ടാകുന്ന പൈശാചികമായ ചിന്തകളെ മാറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ തന്റെ മനസ്സിലേക്ക് കൊന്നു. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരു വഴിയിലൂടെ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുകയും ആ വഴിയുടെ മറുതലക്കിലൂടെ പിശാച് സഞ്ചരിക്കുകയും ചെയ്താൽ പിശാച് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് വിരണ്ടോടും. ഇത്രയും ശക്തമായ ഈമാനിന്റെ ഉടമയായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പിഴയ്ക്കുകയില്ല, അദ്ദേഹത്തിന് തെറ്റു സംഭവിക്കുകയില്ല. മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹു ഉറപ്പിച്ചുകൊണ്ട് സുബഹി നിസ്കാരം കഴിഞ്ഞു. ആദ്യമായിട്ട് ആ പ്രദേശം ലക്ഷ്യമാക്കി താൻ തലേ ദിവസം കണ്ട ആ കൂരയുടെ അടുക്കൽ ചെന്ന് അനുവാദം ചോദിച്ചുകൊണ്ട് അകത്തു കടക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോകുന്നത്. മഹാനായ തഴബ ഉസ്താദ് ഈ സംഭവം കാവ്യാവിഷ്കരണം നടത്തി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ അബൂ നുഐം, ഹാഫിദ് അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി സിയറു അലാമിൻ നുബലാ എന്ന് പറയുന്ന പൂർവകാല സഹാബാക്കൾ, താബിഈങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ചരിത്രങ്ങളെ രേഖപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയാ വ തബഖാത്തുൽ അസ്ഫിയ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ കണ്ട കാഴ്ച എന്തായിരുന്നു? പനനാരുകൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവിയുണ്ടതിൽ രോഗമിൽ. പനനാരുകൊണ്ട് വരിഞ്ഞുണ്ടാക്കിയ ഒരു പഴയ ചൂടിക്കട്ടിലിൽ ഒരു പഴയ മുണ്ടും പുതച്ച് ഒരു പ്രായം ചെന്ന സ്ത്രീ ആ കട്ടിലിൽ കിടക്കുകയാണ്. അവർ അന്ധയാണ് എന്ന് തൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ പിന്നീടാണ് മനസ്സിലാകുന്നത്. തൽഹത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ വിജനമായ പ്രദേശത്ത്, ഒറ്റപ്പെട്ട ഈ വീട്ടിൽ മറ്റാരും നിങ്ങളെ സംരക്ഷിക്കാനില്ലല്ലോ, ആരാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്? ആ സന്ദർഭത്തിൽ തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, പടച്ച തമ്പുരാനാണ്. വിശ്വാസം മനസ്സിനകത്ത് ദൃഢമായ ഒരു സാധുവായ ഉമ്മയായിരുന്നു. പ്രായം ചെന്ന അന്ധത ബാധിച്ച ഒരു ഉമ്മയായിരുന്നു അത്. ആരും അറിഞ്ഞില്ല അവരവിടെ താമസിക്കുന്നുണ്ട് എന്ന്. പക്ഷെ ആര് തിരിച്ചറിയുന്നു? മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അദ്ദേഹം തിരിച്ചറിയുന്നു. തൽഹത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സേവനം ചെയ്യുവാൻ ആരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സ്രഷ്ടാവുണ്ട്. ഞാൻ രോഗമിൽ കിടക്കുന്ന നാൾ മുതൽക്കെന്നും
വരും രാത്രിയിൽ ആരോ ഒരാൾ അടുത്തെന്നും കാഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് ആ ഉമ്മ പറയുന്ന മറുപടിയാ. എത്രയോ നാളുകൊണ്ട് ഒരു മനുഷ്യൻ ഈ വീട്ടിൽ വരാറുണ്ട്, പാതിരാത്രിയോടടുത്ത സമയം. എന്നിട്ട് എഴുന്നേൽക്കാൻ നിവർത്തിയില്ലാത്ത ഞാൻ കാഷ്ടിച്ചും മൂത്രിച്ചും മലീമസമാക്കി വെച്ചിരിക്കുന്ന ആ മാലിന്യ ചട്ടി പുറത്തു കൊണ്ടുപോയി കളഞ്ഞ് അത് വൃത്തിയാക്കി വീണ്ടും എന്റെ മലമൂത്ര വിസർജന ആവശ്യത്തിന് വേണ്ടി എന്റെ ഈ കട്ടിലിന്റെ അടിയിൽ കൊണ്ടുവെക്കാറുണ്ട്. എനിക്ക് വസ്ത്രം മാറ്റി തരാറുണ്ട്. സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമെല്ലാം മാറുവാനുതകുന്നതാ. പൊതിയൊന്നെടുത്തവർ ഭക്ഷണം നൽകുന്നതാ, സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ. പ്രയാസം കൊണ്ട് ഞാൻ കണ്ണീർ വാർക്കുമ്പോൾ സാന്ത്വനത്തിന്റെയും സമാധാനത്തിന്റെയും സമാശ്വാസത്തിന്റെയും വചനങ്ങൾ ഹദീസുകളിലൂടെ ആ യുവാവ്, ആ മനുഷ്യൻ എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ട്. മോനെ, എന്നിട്ട് എനിക്ക് ഭക്ഷണം നൽകാറുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് സലാം ചൊല്ലി പിരിയാറുണ്ട്. ഞാൻ ആ മനുഷ്യന്റെ പേര് ചോദിച്ചിട്ടുണ്ട്, ആ നാട് ചോദിച്ചിട്ടുണ്ട്, ജോലി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എന്നോട് പേര് പറഞ്ഞിട്ടില്ല, നാട് പറഞ്ഞിട്ടില്ല. ഇതൊന്നും നിങ്ങൾ അറിയണ്ട. നിങ്ങൾക്ക് സേവനം ചെയ്യാൻ, പരിചരിക്കാൻ അള്ളാഹു ഏൽപ്പിച്ച ഒരു വിനീതനായ ദാസനാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഉമ്മ എന്നാണ് എന്നോട് മറുപടി പറയുന്നത് തൽഹത്ത് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടുടൻ തൽഹത്തതാ കരയുന്നു. അറിവുണ്ടോയേ ഉമ്മ അതാരാണെന്ന്? കിസ്റ ഭരിക്കും കൈസറും വിറയ്ക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടിടൻ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനനായകന്മാർക്കുള്ള ഇമാമാണല്ലോ. നിങ്ങളുടെ അടുക്കൽ വരുന്നത് ആരാണെന്നറിയുമോ? കിസ്റ രാജാവ്, പേർഷ്യയിലെ കിസ്റ രാജാവ്, റോമിലെ കൈസർ ചക്രവർത്തി, ഈജിപ്തിലെ മുഖൗഖിസ്. ഈ സാമ്രാജ്യത്വ ശക്തികളെല്ലാം ആ പേര് കേട്ടപ്പോഴാണ് ഞെട്ടിവിറച്ചിട്ടുള്ളത്. അവരുടെ സാമ്രാജ്യങ്ങളെല്ലാം ആ മഹാനവറുകളുടെ ഖിലാഫത്ത് കാലത്തിലാണ് ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ വന്നിട്ടുള്ളത്. അവരാണ് സാക്ഷാൽ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹു. ആ ഉമ്മാക്ക് സേവനം ചെയ്ത മനുഷ്യനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. നമ്മുടെ കേരളത്തിൽ എത്രയെത്ര ദുരിതമനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ ഗവൺമെന്റ് അങ്ങ് പ്രഖ്യാപിക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനം സമ്പൂർണാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ നടപ്പിലാക്കി, ഇനി ആരും ദരിദ്രരില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച 2 മരണങ്ങൾ നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്ന മരണങ്ങളായിരുന്നില്ലേ? ഒന്ന്, കോതമംഗലത്തുള്ള നാരായണൻ എന്ന് പറയുന്ന ഒരു 45-50 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ മനുഷ്യൻ തന്റെ അന്ധയായ ഭാര്യയുമായിട്ട് 2 മക്കളുമായിട്ട് തലചായ്ക്കാൻ നിവർത്തിയില്ലാതെ വാടക വീട്ടിൽ നിന്നും വാടക കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ ഇറക്കി വിട്ട് ദിവസങ്ങളോളം, ആഴ്ചകളോളം കടൽ തിണ്ണകളിലും മറ്റുമായി കഴിഞ്ഞുകൂടിയിട്ട് ആരും ഭക്ഷണം കൊടുക്കാനില്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ പല അമ്പലങ്ങളിലും കയറി കറങ്ങി നടന്നിട്ട് അവസാനം ആ മനുഷ്യൻ ദാരിദ്ര്യം പേറി വിശന്ന് പൊരിഞ്ഞ് 2 മക്കളും ഭാര്യയുമായിട്ട് മൂവാറ്റുപുഴ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത വാർത്ത പത്രങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മളെല്ലാവരും കണ്ടു. എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ കേരളത്തിൽ. പ്രിയപ്പെട്ടവരെ, പലരും അറിയുന്നില്ല, ചുറ്റുവട്ടത്തുള്ളവരൊന്നും അറിയുന്നില്ല. ദേവാലയങ്ങളിൽ കയറി നടക്കുകയാണ്. ദേവാലയങ്ങളിലാണെങ്കിലോ കോടിക്കണക്കിന് സ്വർണം, വെള്ളി ഉൾപ്പെടെയുള്ള സമ്പത്തുകൾ ദേവന്റെ സമ്പത്തായിട്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ദൈവത്തിനെന്തിനാ? ആ പാവങ്ങൾക്ക് ഒരു നേരം ആഹാരം കഴിക്കാൻ കൊടുത്തിരുന്നുവെങ്കിൽ, അവർക്കൊരു ചെറിയ കൂര വെച്ച് കൊടുത്തിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ അവരുടെ ആ ആത്മഹത്യയിൽ നിന്നും അവർ പിന്തിരിഞ്ഞേനെ. മറ്റൊന്ന്, പ്രിയപ്പെട്ടവരെ, മംഗലാപുരത്തുള്ള ഒരു ഉസ്താദിന്റെ
മരണമാണല്ലോ നമ്മളെ ഞെട്ടിച്ചത്. സോഷ്യൽ മീഡിയയിൽ മുഴുവനും ചർച്ചയാണ്. ഉസ്താദന്മാർക്ക് ശമ്പളമില്ല, ഉസ്താദന്മാർക്ക് ശമ്പളം കുറവാണ്, അവരുടെ സേവനം കൂടുതലാണ്, അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ശമ്പളം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ചർച്ച. ഈ ചർച്ച എപ്പോഴാ വരുന്നത്? ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിയുമ്പോഴാണ്. ദാരിദ്ര്യം, കൊടിയ ദാരിദ്ര്യം പേറി കടബാധിതനായി പോയി, നിവർത്തിയില്ലാതെ കടക്കാര് ശല്യപ്പെടുത്തുമ്പോ, ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യുമ്പോ, ജോലിയും നഷ്ടപ്പെട്ട് ആരാലും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെടുമ്പോ, അവസാനം കടക്കാരും ബാങ്കുകാരും മറ്റവരും എല്ലാം കുടുംബക്കാരുൾപ്പെടെ ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവസാനമായിട്ട് ചെന്ന് എത്തിച്ചേരുന്നതാണ് ആത്മഹത്യയുടെ വക്കിൽ. ആത്മഹത്യയാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മംഗലപുരം കൊണേജ സ്വദേശി അഷ്റഫ് മൗലവി മാലിക്കി, 45 വയസ്സാണ്, മദ്രസാധ്യാപകനാണ്. ആ മനുഷ്യൻ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ശരീരം ഗുരുപുര ആറ്റിൽ നിന്നുമാണ് കണ്ടെടുത്തത്. ആത്മഹത്യയാണെന്ന് പറയപ്പെടുന്നു, അല്ലെന്നും പറയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, മദ്രസാധ്യാപകൻ, മദ്രസ മാത്രം ജോലിയുണ്ട്, ഇമാമത്തില്ല. അങ്ങനെയുള്ള ആ മനുഷ്യന് തുച്ഛമായ വരുമാനം. പക്ഷെ ഒരു കുടുംബമുണ്ട്, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസവും വീടുമെല്ലാം വേണം. അദ്ദേഹം ലോൺ എടുത്തു, ചെറിയ ഒരു വീട് നിർമ്മിച്ചു. അതിന്റെ 6 ലക്ഷം ലോൺ അടച്ചുകൊണ്ടിരുന്നു. പക്ഷേ ജോലിയില്ലാതെ വന്നപ്പോൾ കുറച്ചുനാൾ അടവ് മുടങ്ങി. പക്ഷെ അടവ് മുടങ്ങിയതോടുകൂടി അടച്ചതും ഉൾക്കെ പലിശയിലായിപ്പോയി. അവസാനം ജപ്തി നോട്ടീസുമായിട്ട് വന്നപ്പോൾ ഗത്യന്തരമില്ല. 1-2 കൂട്ടുകാരടുത്ത് പറഞ്ഞ കൂട്ടുകാരാണെങ്കിലോ വെറും സാധുക്കൾ, അവരാണെങ്കിലോ സോഷ്യൽ മീഡിയ ഒന്നും വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാത്തവർ. പ്രിയപ്പെട്ടവരെ, ചുരുക്കത്തിൽ ആ മദ്രസ അധ്യാപകനും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. എന്താണ് കാരണം? കൊടിയ ദാരിദ്ര്യമല്ലേ, കടബാധ്യതയല്ലേ? നമ്മുടെ ചുറ്റുവട്ടത്ത് ഇതുപോലെയുള്ള അന്വേഷിച്ചു നോക്ക്, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും. 2 ആഴ്ച മുമ്പ് നമ്മുടെ മഹല്ലിൽപ്പെട്ട സാധുക്കളായ ഒരു കുടുംബത്തിന്, സാധുവായ ഒരു കുടുംബത്തിന് അവരുടെ വീടിന്റെ മേൽക്കൂര ഒന്ന് വാർത്തു കൊടുക്കാനോ അല്ലെങ്കിൽ ഷീറ്റിട്ട് കൊടുക്കാനോ 1 ലക്ഷത്തിലധികം രൂപ ആവശ്യമായി വരും. അതിന് നിങ്ങൾ സഹകരിക്കണമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. അത് ഞാൻ അതിനുശേഷം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 2 ആഴ്ച കളക്ഷൻ നടത്തി. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ മഹലിൽ ഒരുപാട് ആൾക്കാർ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരുണ്ട്. ഗൾഫിലൊക്കെ നല്ല ശമ്പളത്തിന് ജോലിയെടുക്കുന്നവരുണ്ട്. ആരെങ്കിലും വിചാരിച്ചുകൊണ്ട്, ആരെങ്കിലും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആര് ചെയ്യാൻ? എല്ലാവരും കേട്ടുപോയി. അന്നേരം കൊടുത്തോ 100, 50, 1000 ഒക്കെ കൊടുത്തു. 24,000, 25,000 രൂപയാണ് 2 വെള്ളിയാഴ്ച കളക്ഷനിലൂടെ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, പിന്നെ ഇറങ്ങി ഒന്ന് വ്യക്തിപരമായിട്ട് ആരെങ്കിലും കണ്ടത് പരിഹരിക്കണമെന്ന് മാനേജ്മെന്റ് സംസാരിച്ചു. പക്ഷെ ശക്തമായ മഴയും മറ്റു പല തിരക്കുമായി പോയതിന്റെ പേരിൽ അതിതുവരെയും നിറവേറ്റപ്പെട്ടിട്ടില്ല. അറിയാത്തത് കൊണ്ടല്ലല്ലോ, അറിയാം. നമ്മുടെ ചുറ്റുവട്ടത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുണ്ട്. അപ്പോഴൊക്കെയോ നമ്മളാണെങ്കിൽ പള്ളികൾ എത്രത്തോളം വർണ്ണ മനോഹരമാക്കാമോ അത്രത്തോളം മനോഹരമാക്കും, വേണ്ടെന്ന് പറയുന്നില്ല. മറ്റെന്തെല്ലാം സൗകര്യങ്ങൾ വേണോ അതെല്ലാം ചെയ്യും. ആവർത്തിച്ച് ഉംറ ചെയ്യും, ഹജ്ജ് ചെയ്യും, അതിലൂടെ സായുജ്യമടയും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹുൻ നജ്ദൈൻ ഫലഖതഹമൽ അഖബ. മനുഷ്യ, ചുറ്റുവട്ടത്തും ദുരിതമനുഭവിക്കുന്നവരെ കാണാനും അവരുടെ പ്രയാസങ്ങൾ നോക്കിക്കാണാനുമുള്ള 2 കണ്ണുകള് നിനക്ക് നാം തന്നില്ലയോ? വലിസാനോ വശഫതൈൻ. അങ്ങനെയുള്ളവരുടെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ മാറ്റുന്നതിന് വേണ്ടി സംസാരിക്കാനും ഇടപെടാനും മറ്റുള്ളവരെടുത്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും പര്യാപ്തമായ ഒരു നാവും 2 ചുണ്ടുകളും നിനക്ക് നാം നൽകിയില്ലയോ? അഥവാ സംസാരിക്കാനുള്ള കപ്പാസിറ്റിയും കഴിവും നിനക്ക് നാം നൽകി, കാണാനുള്ള കാഴ്ചയും കണ്ണും നിനക്ക് നാം നൽകി. എന്നിട്ട് ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. മലമ്പാതയൊന്ന് താണ്ടാൻ നീ തയ്യാറാകുന്നില്ലല്ലോ മനുഷ്യ. അള്ളാഹു ചോദിക്കുകയാണ്, മലമ്പാത താണ്ടാൻ ഈ മനുഷ്യൻ തയ്യാറാകുന്നില്ല. കണ്ണുള്ള മനുഷ്യൻ, സൗകര്യമുള്ള മനുഷ്യൻ, സമ്പത്തുള്ള മനുഷ്യൻ, അത്യാവശ്യം എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ മലമ്പാത താണ്ടാൻ തയ്യാറാവുന്നില്ല. ഹജ്ജിന് പോകാൻ തയ്യാറാണ്, ഉംറയ്ക്ക് പോകാൻ തയ്യാറാണ്,
മറ്റു പലതിനും തയ്യാറാണ്. എന്താണ് മലമ്പാത? അല്ലാഹു ചോദിക്കുകയാണ്, വമാ അദ്റാക മൽ അഖബ. ആലങ്കാരികമായ ഭാഷയിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ മലമ്പാത എന്ന് പറയുന്നത്. വലിയ സഹ്യപർവ്വതത്തിലേക്ക് കയറിപ്പോകലല്ല, അതിന്റെ ഇടവഴിയിലൂടെ നടക്കലല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആലങ്കാരികമായ ഭാഷയിലെ മലമ്പാത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയുമോ? അവൻ തന്നെ വ്യക്തമാക്കിയാണ്, ഫക്കു റഖബ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. ഫക്കു റഖബ, കടം കൊണ്ട് മറ്റു പല പ്രയാസങ്ങൾ കൊണ്ടും പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കാതെ കഴിയുന്ന ഒരു വിഭാഗം ദരിദ്രരായ ആൾക്കാർ, അവരുടെ മോചനത്തിന്റെ മാർഗമാണ് ഈ മലമ്പാത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തുടർന്ന് വീണ്ടും പറയുന്നു, വറുതിയുടെ നാളിൽ, വറുതിയുടെ പ്രയാസത്തിന്റെ ദാരിദ്ര്യത്തിന്റെ നാളിൽ പാവപ്പെട്ടതായ ഒരു മനുഷ്യനെ, യതീമൻദാ മഖറബ ഔ മിസ്കീനൻദാ മത്രബ, വഴിയാധാരമായി പോയ ഒരു അഗതിയെ അല്ലെങ്കിൽ ഒരു അനാഥയെ ഭക്ഷണം കൊടുത്ത് അവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മലമ്പാത താണ്ടുക എന്നതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുവട്ടത്ത് ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൊന്നും നമ്മൾ ബന്ധപ്പെടുന്നില്ല എങ്കിൽ പിന്നെ വലിയ മുത്തക്കിയായിട്ടൊന്നും കാര്യമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സവിധത്തിലേക്ക് മനസമാധാനവുമായിട്ട്, മനസമാധാനത്തിനുള്ള ആവശ്യവുമായിട്ട് കടന്നു വന്നൊരു സഹാബി വര്യനുണ്ട്. ആ സഹാബി വര്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിമൻ ശക്ക ഇലൈഹി ഖസ്വത്തൽ ഖൽബി ഇംസഹ് റഅസൽ യതീം. നിന്റെ അടുത്തെവിടെയെങ്കിലും അനാഥനുണ്ടെങ്കിൽ, അനാഥനായ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ തല നീ ഒന്ന് വേണ്ടുന്ന രീതിയിൽ കാരുണ്യത്തോടെ തലോട്. അതാണ് നിനക്ക് മനസ്സമാധാനത്തിനുള്ള കാര്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് ടെൻഷനുമായി, മനസ്സിനൊരു സമാധാനം ലഭിക്കുന്നതിന്, മനസ്സിന്റെ കാഠിന്യത മാറിക്കിട്ടുന്നതിന്. ആ സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയ നബി തങ്ങൾ പറഞ്ഞു, ഇൻസഹ്, നീ തടയുക, തലോടുക. റഅസൽ യതീം, നിന്റെ ചുറ്റുവട്ടത്തടുത്തെവിടെയെങ്കിലും അനാഥനായി പോയ, ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാത്ത ഒരു അനാഥത്വം പേരി കഴിയുന്ന ബാലനുണ്ടെങ്കിൽ അവന്റെ തല നീയും തടയുക. അതില്ല എങ്കിൽ ഔ അത്ഇം, നീ ഭക്ഷണം കൊടുക്കുക. വിശപ്പകറ്റുക. അൽ മിസ്കീൻ, ഒരു മിസ്കീനായ മനുഷ്യന്, ദാരിദ്ര്യം പേറി പട്ടിണികളിലായി കഴിയുന്ന ഒരു മനുഷ്യന് വിശപ്പടക്കുന്നതിന് നീ ഭക്ഷണം കൊടുക്കുക. അത് നിന്റെ മനസ്സിന് സമാധാനവും ടെൻഷനും മാറിക്കിട്ടാനുള്ള കാരണമായി തീരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും അതുപോലെ തന്നെ ജീവകാരുണ്യ കേന്ദ്രങ്ങളുമൊക്കെ നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ സമ്പത്ത് ചെലവഴിക്കുന്ന ധാരാളം പേരുണ്ട്. ഒരു പരിധിയോളം ആ ചിലവഴിക്കുന്നവരുടെയൊക്കെ മനസ്സിന് ആശ്വാസവും സമാധാനവും റാഹത്തുമൊക്കെ ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് പല സന്ദർഭങ്ങളിലും പലരുമായിട്ട് സംസാരിക്കുകയും കാണേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വിനീതൻ എന്ന നിലയിൽ നമുക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാകുന്നതിന്, നമ്മുടെ ഖൽബ് ശുദ്ധിയാകുന്നതിന്, ആത്മസംസ്കരണം ലഭിക്കുന്നതിന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, നീ നിന്റെ സഹജീവികളോട് പരമാവധി ഇഹ്സാനിൽ വർത്തിക്കുക. അവർക്ക് വേണ്ടുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നീ മനസ്സമാധാനമുള്ളവനാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ കുടുംബത്തിന്റെ വീട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആർക്കെങ്കിലും അതൊന്ന് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ 1, 2, 3 പേര് ചേർന്ന് അതൊന്ന് ചെയ്തു കൊടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള അടമഴ, തുടർച്ചയായിട്ടുള്ള പേമാരി, ഇതൊക്കെ നമ്മളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന് തലചായ്ക്കാനും ചോർച്ചയില്ലാത്ത വീട്ടിൽ കുഞ്ഞുങ്ങളുമായിട്ട് കഴിയാനുമുള്ളൊരു അവസരമില്ല എങ്കിൽ അവരുടെയൊക്കെ മാനസികമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തുമാത്രം വലുതായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. മറ്റൊന്ന്, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ശുക്റുള്ളവരാകുക എന്നുള്ളത് മനസ്സമാധാനത്തിന് ഏറ്റവും വലിയ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അധ്യാപനമായിട്ടാണ് നിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
ഇന്ന് ആധുനിക മനഃശാസ്ത്രവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉത്ബോധനം നൽകുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകാൻ നിനക്ക് അള്ളാഹു ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് തിരിച്ചറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. അശ്ശുക്രു അലാ നിഅമില്ലാ, ഓരോ മനുഷ്യർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ പലപ്പോഴും കുറഞ്ഞുപോയി എന്നുള്ള പരാതിയും ആവലാതിയുമായിട്ട് നടക്കുന്നവരാണ്. പക്ഷേ മറ്റുള്ളവരിലേക്ക് നോക്ക്, അന്നമറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങളിൽ നിന്നും താഴെ ഉള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. അത് മനസ്സമാധാനത്തിനുള്ള മറ്റൊരു കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുകയാണ്, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമല്ലാഹ്. നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുള്ള താഴ്ന്നവരിലേക്ക് സാമ്പത്തികമായി, ഭൗതിക സൗകര്യങ്ങളിൽ, മറ്റു പലതിലും നിങ്ങൾ താഴ്ന്നവരിലേക്ക് നിങ്ങൾ നോക്കണം. നിങ്ങൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ തിരിച്ചറിയാതിരിക്കാനും അത് നിസ്സാരമായി കാണാനും അത് കാരണമായി തീരുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെല്ലാം അനുഗ്രഹമാണ്. നമ്മുടെ ശരീരത്തിൽ മാത്രം നമ്മൾ നോക്ക്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കോടിക്കണക്കിന് ഉറുപ്പികയുടെ അവയവങ്ങളല്ലേ തന്നിരിക്കുന്നത്. നമ്മുടെ പുറമേ ഉള്ള കണ്ണ്, കാത്, നമ്മുടെ നാവ്, നമ്മുടെ ചുണ്ട്, നമ്മുടെ ത്വക്ക്, നമ്മുടെ അവയവങ്ങൾ ഓരോന്നും ഏതെങ്കിലും ഒന്നിന് കേടുവന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരെണ്ണം പകരം വാങ്ങണമെങ്കിൽ കോടിക്കണക്കിന് പൈസ കൊടുക്കണം. ഒരു ആന്തരിക അവയവങ്ങളാണെങ്കിലും അതിനെക്കാട്ടിലുമാണ്. ഹൃദയം, വൃക്ക, കരൾ, അന്നനാളം, ശ്വാസനാളം, നമ്മുടെ ആമാശയത്തിലുള്ള മറ്റ് പലവിധമായ അവയവങ്ങൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ വല്ലതും കൊടുത്തിട്ടാണോ? അതുകൊണ്ട് ഒരു വേള ചിന്തിക്കേണ്ടത്, നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാകാൻ നമ്മൾ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക. അതോടൊപ്പം നമ്മളെക്കാൾ സൗകര്യങ്ങളും സമ്പത്തും അനുഗ്രഹങ്ങളും ഒക്കെ കുറഞ്ഞവരിലേക്ക് നോക്കുക എന്നുള്ളതാണ്. മഹാനായ ഹാറൂൻ റഷീദ് ചക്രവർത്തി വലിയ ചക്രവർത്തിയാണ്. ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അടിച്ചു പൊളിച്ചൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ അവസാനം കൊട്ടാര പണ്ഡിതന്മാരായ പലരും ഉപദേശം നടത്തിക്കൊണ്ട് തികച്ചും സാത്വികനായി മാറിയ നല്ല ഒരു ഭരണാധികാരിയാണ് ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ ഒരു പണ്ഡിതൻ ഉപദേശിയുമായ മനുഷ്യനുമായിട്ട് ഒരു ദീർഘദൂര യാത്ര ചെയ്യുകയാണ്. രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒരുപാട് ദൂരം യാത്ര ചെയ്തു ക്ഷീണിച്ച് അവശനായി അവസാനം ഒരു സ്ഥലത്തിറങ്ങി വിശ്രമിക്കുമ്പോൾ തന്റെ സഹായിയും കൊട്ടാര പണ്ഡിതനുമാകുന്ന അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ സിമാക്ക് എന്നാണ്. അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, എനിക്കല്പം വെള്ളം വേണം, ദാഹജലം ബാക്കിയുണ്ടോ, മിച്ചമുണ്ടോ? ആ സന്ദർഭത്തിൽ പറയുന്നു, പ്രഭു, ഒരു ഗ്ലാസ് വെള്ളം കൂടി ശേഷിക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളവും കൂടി ശേഷിക്കുന്നുണ്ട്, എന്നാൽ അത് കൊണ്ടുവാ. രാജാവല്ലേ, കൊടുത്തു. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ചോദിച്ചു, പ്രിയപ്പെട്ട പ്രഭു, അങ്ങയുടെ ദാഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്, അങ്ങ് അത് കുടിച്ചു. ഈ വെള്ളം കിട്ടിയില്ല എങ്കിൽ അങ്ങ് ഈ വെള്ളം വാങ്ങുന്നതിന് വേണ്ടി അങ്ങയുടെ സമ്പത്തിൽ നിന്ന് എത്ര ചിലവാക്കും? അദ്ദേഹം പറഞ്ഞു, എൻ്റെ സാമ്രാജ്യത്തിന്റെ പകുതി ഞാൻ കൊടുക്കും. കാരണം അദ്ദേഹത്തിന് ദാഹത്തിന്റെ പ്രയാസം എന്താണെന്ന് അറിയാം. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഞാൻ എൻ്റെ വിശാലമായ സമ്പത്തുള്ള സാമ്രാജ്യം, ആ രാജ്യത്തിന്റെ പകുതി ഭാഗം കൊടുക്കാൻ തയ്യാറാണ്. ഓഹോ, അങ്ങനെയാണോ? കുറച്ച് വീണ്ടും മുമ്പോട്ട് യാത്ര ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്നിന് പോകണം, മൂത്രമൊഴിക്കാൻ പറ്റി. അങ്ങനെ അദ്ദേഹം മൂത്രമൊഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇറങ്ങി. മൂത്രമൊഴിച്ച് ശുദ്ധിയായി വന്നപ്പോൾ വീണ്ടും കൊട്ടാര പണ്ഡിതനാണല്ലോ, ഉപദേശകനാണല്ലോ, എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കണം. അദ്ദേഹം ചോദിച്ചു, നിങ്ങളിപ്പോൾ അനുഭവിച്ച വേദനയുണ്ടല്ലോ, നിങ്ങൾ കുടിച്ച ഒരു ഗ്ലാസ് വെള്ളം മൂത്രമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ കെട്ടി നിൽക്കുക, അത് പുറത്തു പോകുന്നതിനുള്ള അനുഭവം, വേദന, അത് പോകുന്നതിനുള്ള ഒരു പ്രോസസ്സിങ് അല്ലാഹു നിങ്ങളുടെ ശരീരത്തിൽ നൽകിയിട്ടില്ല. അത് പോകുന്നതിന് സമ്പത്ത് ചെലവഴിക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾ എന്ത് കൊടുക്കും ആ സന്ദർഭത്തിൽ? അതിനുവേണ്ടി എന്ത് ചിലവഴിക്കും? ആ സന്ദർഭത്തിൽ പറഞ്ഞു, നേരത്തെ പറഞ്ഞില്ലേ, ആ ബാക്കി എൻ്റെ പകുതി സാമ്രാജ്യം ഉണ്ടല്ലോ, അത് വിറ്റ് ഞാൻ എൻ്റെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മൂത്രം ഒഴിവാക്കുന്നതിന് വേണ്ടി തയ്യാറാകും. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ മഹാനായ മുഹമ്മദ് ബിൻ സമാഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനും അത് ശരീരത്തിൽ നിന്നും പുറത്തുള്ളതിനും അത് ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നതിനും
ഉള്ള വില മാത്രമേ നിങ്ങളുടെ ഈ സാമ്രാജ്യത്തിനുള്ളൂ എന്നല്ലേ ഇപ്പം നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ ഈ വിശാലമായ സാമ്രാജ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങുന്നതിനും ആ വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ മൂത്രമായി മാറിയപ്പോൾ അത് പുറന്തള്ളുന്നതിനാവശ്യമായ ചികിത്സയ്ക്ക് വേണ്ടി വന്നാൽ അതിന് ചിലവഴിക്കുമെന്നല്ലേ പറഞ്ഞോളൂ. അപ്പോൾ ഇത്രയും വിലയല്ലേ നിങ്ങളെ ഈ സാമ്രാജ്യത്തിനുള്ളൂ. ഇത് കേട്ടപ്പോൾ മഹാനായ ഹാറൂൺ റഷീദ് പൊട്ടിക്കരഞ്ഞു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തുമാത്രം വലുതാണ്. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സുകൾക്ക് സമാധാനമുണ്ടാക്കി പരമാവധി ആത്മസംസ്കരണത്തിന്റെ മാർഗത്തിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അവൻ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നാം ജീവിക്കലാണ്. നാം ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, വയനാട് ഉരുൾപൊട്ടലിന്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2024 വലിയ ഉരുൾപൊട്ടലുണ്ടായി. 250-ലധികം ആൾക്കാർ മരണപ്പെട്ടു. ഇപ്പോൾ അടുത്ത് വീണ്ടും അതാ തുരങ്ക നിർമ്മാണത്തിന്റെ മുഖത്ത് മണ്ണുകൾ കൂട്ടിയിട്ടിരിക്കുന്നു എന്നൊക്കെ കാരണം പറയുന്നു. എന്തുമാകട്ടെ, ഉരുൾപൊട്ടലുണ്ടായി 6 പേര് മരണപ്പെട്ടു, 2 പേര് ഇതുവരെ കണ്ടിട്ടില്ല. എന്ത് മോഹങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ വന്ന വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പ്രിയപ്പെട്ടവരവരിൽ പലരും മണ്ണിൻ്റെ അടിയിലായി. അതുകൊണ്ട് നമ്മൾ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹവും ആയുസ്സും ഈ നിഅമത്തുമൊക്കെ നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് ശുക്റുള്ളവരായി മാറാൻ കൂടി നമ്മൾ തയ്യാറാകണം. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മനസ്സുകൾ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. സമാധാനവും ശാന്തിയുമുള്ളൊരു ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി